പ്രൈസ് ലോർഡ്. ഷലോം തുനി ക്രൈസ്തവ പത്രം ഒരുക്കുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അനേക വർഷങ്ങളായി അധ്വാനിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ദേവദാസൻ പാസ്റ്റർ TD ബാബു അവറുകളാണ്. പാസ്റ്റർ, ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് സന്തോഷം പാസ്റ്ററെ, ഇങ്ങനെ ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് പരസ്പരം സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ. പാസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററിൻ്റെ ജനനസ്ഥലം, മാതാപിതാക്കൾ, കുടുംബം. എനിക്കും വളരെ സന്തോഷം ഷാലോം ധുനി എന്ന് പറയുന്ന ഈ മീഡിയയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിൽ. ഞാൻ ജനിച്ചത് കേരളത്തിൻ്റെ വടക്കേ ജില്ലയായ കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് കോളിത്തട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനനം. അവിടെ തന്നെയായിരുന്നു വിദ്യാഭ്യാസം. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതും സ്നാനമേറ്റതും. സ്നാനമേറ്റ അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ആത്മസ്നാനം പ്രാപിക്കുകയും ചെയ്തു. എനിക്ക് പിതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മാതാവുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. 4 പേരും സുവിശേഷ വേലയിലാണ്. എൻ്റെ മൂത്ത പെങ്ങള് കുടുംബം കോഴിക്കോട് പാർക്കുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ മലബാർ റീജിയൻ്റെ പ്രസിഡൻ്റാണ് അളിയൻ. രണ്ടാമത്തെ പെങ്ങള് കുടുംബമായി IPCയിലെ ശുശ്രൂഷകരായിരുന്നു. പക്ഷേ അളിയൻ മരിച്ചുപോയി. അവർ ഇപ്പോൾ കുന്നംകുളത്ത് പാർക്കുന്നു. എനിക്കൊരു അനുജനാണുള്ളത്, പാസ്റ്റർ TD സണ്ണി. ഡൽഹിയിൽ ആയാനഗറിൽ ബദേൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് വരികയാണ്. എനിക്ക് ഭാര്യ, 2 ആൺമക്കൾ. അവർ 2 പേരും കുടുംബസ്ഥരാണ്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ മാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയുടെ ശുശ്രൂഷകനായി തുടരുകയാണ്. പാസ്റ്റർ, ഈ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് അതിലേക്ക് വന്നത്? സത്യത്തിൽ എനിക്ക് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒന്നായിരുന്നു സുവിശേഷ വേല. ഈ സുവിശേഷ വേലയോട് അനിഷ്ടം തോന്നാൻ ഒരു കാരണമുണ്ട്. അന്ന് ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ദേവദാസൻ, നല്ല പ്രായമാണ്, അദ്ദേഹത്തിന് കരപ്പൻ വന്നു. സാധാരണ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാധാരണ കുഞ്ഞുങ്ങൾക്കാണ് കരപ്പൻ വരുന്നത്. പക്ഷേ ആ പ്രായമായ മനുഷ്യന് കരപ്പൻ വന്നു. ദേഹമാസകലം പഴുത്ത് താൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, സഭായോഗത്തിന് താൻ ഇരിക്കുമ്പോൾ തറയിൽ തലയണ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. കാരണം എല്ലാം പഴുത്തിരിക്കുക. ഞങ്ങൾ കുഞ്ഞുങ്ങൾ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ പാസ്റ്ററെ നന്നായിട്ട് ഞങ്ങൾക്ക് കാണാം. പാസ്റ്റർ ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ പൊങ്ങുമ്പോൾ തലയണ കൂടെ പൊങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പാസ്റ്റർ തലയണ പിടിച്ച് താത്തു വെക്കും, മുണ്ട് നനഞ്ഞിട്ട്, പഴുപ്പ് മുണ്ട് നനഞ്ഞിട്ട്. ഈ കാഴ്ചയും ഈ ചിത്രവും എൻ്റെ ആ ചെറിയ മനസ്സിൽ കയറിയിരുന്നത് കൊണ്ട് ഈ സുവിശേഷ വേല അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തോട് ഇത് നിമിത്തം ഞാൻ വളരെ വളരെ ഹൃദയം കൊണ്ട് അകന്നാണ് നിന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു 17 വയസ്സ് പ്രായമായ സമയത്ത് സഭയിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചാണ് സുവിശേഷ വേലയ്ക്കുള്ള നിയോഗം ദൈവം എനിക്ക് തന്നത്. ആ ഉപവാസ പ്രാർത്ഥനയിൽ സംസാരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ പാസ്റ്റർ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്,
വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കുന്നതിന് ഒരു സമയമുണ്ട്. വിളി ഉണ്ടാവും വേലയ്ക്ക് വേണ്ടി, പക്ഷെ അവർ തനിയെ ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരില്ല. അഭിഷക്തന്മാരായ ദൈവദാസന്മാർ അവരെ വേർതിരിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാനും വേർതിരിക്കപ്പെടേണ്ട ആളാണ് സുവിശേഷ വേലയ്ക്കായി. അപ്പോൾ ഓൾറെഡി എൻ്റെ മേൽ ആ വിളി ഉണ്ട് എന്നുള്ളത് അവിടെ ശരിക്കും പറയാൻ തെളിയിക്കപ്പെട്ട ഒരു നിമിഷമാണ്. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചിലർ തയ്യാറാകും എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിന് തയ്യാറായി. അന്ന് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ആ സമർപ്പണം കണ്ണുനീരോടെയായി. അസാധാരണമായ നിലയിൽ എന്നോട് ദൈവാത്മാവ്, ആ 17 വയസ്സ് ആകുന്നതേ ഉള്ളൂ എനിക്ക്, എന്നോട് ഇടപെട്ട് അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നത്. അത് എൻ്റെ മാതൃസഭയിലെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നടന്ന വചന ശുശ്രൂഷയ്ക്കിടയ്ക്കാണ് ഈ ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അന്നേരം പാസ്റ്റർ എവിടെയാണ് സുവിശേഷ അതായത് ബൈബിൾ കോളേജിൽ പഠിക്കുവാനൊക്കെ ഇടയായത്? ഏത്? ഞാൻ 83-84 വർഷങ്ങളിൽ 17ാമത്തെ വയസ്സിൽ ആലപ്പുഴ ജില്ലയിലുള്ള നമ്മുടെ കരുവാറ്റ ബേദലഹേം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെൻ്ററിലാണ് മലയാളം മീഡിയത്തിൽ 2 വർഷം ദൈവവചനം പഠിച്ചു. അപ്പം 19.5 വയസ്സ് കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 20 വയസ്സാകാറായപ്പം എൻ്റെ ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞു. ആ 20 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ എൻ്റെ ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം പുനലൂര് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സെൻട്രൽ ശുശ്രൂഷകൻ. അദ്ദേഹം എന്നെ കത്തയച്ച് ക്ഷണിക്കുകയായിരുന്നു പുനലൂരേക്ക്, അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട്. ആ ഇടയ്ക്കൊക്കെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ തീരെ അസ്വസ്ഥനായിരുന്നു. കാരണം പഠിച്ചിറങ്ങിയ ഞാൻ 20 വയസ്സേ ഉള്ളൂ, തീരെ ലീനാണ്. അപ്പം ഞങ്ങളുടെ സെൻറ്ററിൻ്റെ ഒരു മാസയോഗം നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, മാസയോഗത്തിന് ചെല്ലുമ്പം സീനിയേഴ്സായ ആരെങ്കിലും പാസ്റ്റർമാർ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, എന്തോ പരിപാടി, എൻ്റെ കൂടെ പോരുന്നോ, എൻ്റെ കൂടെ നിൽക്കുന്നോ എന്നൊക്കെ ചോദിക്കും. കാരണം അങ്ങനെ ചിന്തിക്കാനേ അന്ന് നമുക്ക് കഴിയും. പക്ഷെ ആരും ചോദിച്ചുമില്ല, ആരും നമ്മളെ പരിചയപ്പെടുത്തിയുമില്ല. ആ മാസയോഗം കഴിഞ്ഞ് ഞാൻ വളരെ മനോവേദനയോടുകൂടെ വീട്ടിൽ ചെന്ന്, അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കും പോകാതെ എന്നെ ആരും അംഗീകരിച്ചില്ല എന്നുള്ള നൊമ്പരം മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ആ അടുത്ത ദിവസങ്ങളിൽ ഒന്നിലാണ് സാറിൻ്റെ, ഈ PC സാമുവേൽ സാറിൻ്റെ കത്ത് എനിക്ക് പുനലൂരിൽ നിന്ന് വരുന്നത്. അത് കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. പക്ഷെ എന്നെ ആരും ചേർത്ത് നിർത്തുന്നില്ല, കൂടെ നിർത്തുന്നില്ല. അതിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു ക്ഷണം, കത്തിലൂടെയുള്ള ആ ക്ഷണം ദൈവത്തിൻ്റെ ആ ഇടപെടൽ ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ 20ാമത്തെ വയസ്സിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിലെ പുനലൂരേക്ക് സഭാചാർജിനായി വരികയാണ്. അന്ന് 13 കുടുംബങ്ങളുള്ള ഒരു സഭയുടെ ചാർജ് എടുത്ത് സഭാ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു. പാസ്റ്റർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അങ്ങയുടെ പാസ്റ്ററിന്റെ ഒരു അനുഭവം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കരപ്പനുണ്ടായിരുന്നു. അന്നേരം ആ ഒരു 40 വർഷം മുമ്പുള്ള ആ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്ചമുള്ള കാലമൊന്നുമല്ല. അന്നേരം ആ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചായിരിക്കുമല്ലോ ആ സുവിശേഷ വേല തുടങ്ങിയത്. അതിനെക്കുറിച്ച് കുറച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എൻ്റെ സഭാ ശുശ്രൂഷ ജീവിതം, ഞാൻ പറഞ്ഞല്ലോ 13 കുടുംബങ്ങളുള്ള ഒരു സഭയുടെ ചാർജാണ് എനിക്ക് തന്നത് അദ്ദേഹം. അദ്ദേഹം എന്നെ ഒരു സഹശുശ്രൂഷകനായിട്ട് പോലും അല്ല വെച്ചത്, ഡയറക്റ്റ് ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് എന്നെ നിയമിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നിയമനം കിട്ടാൻ ഞാൻ അർഹനല്ല, കാരണം എനിക്ക് മുൻപരിചയമില്ല. പ്രായം വെറും 20 വയസ്സാണ്.
പിന്നെ ആ സഭയുടെ സെക്രട്ടറിയുടെ പ്രായം 71. അപ്പം ഞാൻ അവിടെ ചെല്ലും, ഈ ശുശ്രൂഷകൻ്റെ പ്രായം 20. അപ്പം ഇതൊക്കെ എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പം എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ളവരാണ് ആ സഭയിലുള്ള പല വിശ്വാസികളും. എനിക്ക് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്വതയായിട്ടില്ല. ജ്ഞാനവും പരിജ്ഞാനവും രണ്ടാണ്. പരിജ്ഞാനമായിട്ടില്ല, വിവേകമായിട്ടില്ല, വിവരമായിട്ടില്ല. 2 വർഷത്തെ ബൈബിൾ സ്കൂൾ പഠനം ആകെ മുതലായിട്ടുള്ളത് അത് മാത്രമാണ്. പക്ഷേ അദ്ദേഹം എന്നിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എന്നിൽ വിശ്വാസം അർപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിവേകം കാണിച്ചിട്ടുമുണ്ട് ആ സമയത്ത്. അതിൻ്റെ കാരണം ആവേശമാണല്ലോ, ഒരു 20-കാരൻ്റെ ആവേശം. അദ്ദേഹം സഭയിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അദ്ദേഹം സ്ഥാപിച്ച സഭയാണല്ലോ. അപ്പം ഞാൻ പ്രസംഗിച്ചു. പിന്നെ അദ്ദേഹം തിരുവത്താഴം നടത്തി. അദ്ദേഹം ആണ് പ്രസംഗിച്ചത്. ഞാൻ തിരുവത്താഴം നടത്തി. തിരുവത്താഴം നടത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ തിരുവത്താഴമാണ്. അത് ശനിയാഴ്ച രാത്രിയിൽ പാത്രവും ഗ്ലാസും ഒക്കെ സഭാകുളി കൊണ്ടുവച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തു. ആരുമില്ല, സഭാകുളിൽ ആരുമില്ല. ഞാൻ അവിവാഹിതനാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി എന്ന് പറഞ്ഞ പക്ക കാരണം ആദ്യമായിട്ട് ചെയ്യുമല്ലേ. അപ്പം അത് നന്നായി ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ റിഹേഴ്സൽ എടുത്ത് ഭംഗിയായിട്ട് തിരുവത്താഴം ഞാൻ നടത്തി, പ്രാക്ടീസ് ചെയ്തു. പക്ഷേ കാണിച്ച അവിവേകം എന്ന് പറയുന്നത്, എന്നെ പഠിപ്പിച്ചയാള്, എൻ്റെ സെൻറ്ററിൻ്റെ പാസ്റ്റർ, എന്നെ സഭയുടെ ചുമതല ഏൽപ്പിച്ച പാസ്റ്റർ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ തന്നെ ആശീർവാദം പറഞ്ഞു. പക്ഷെ ഞാനത് അന്നേരം എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്ത്, കാരണം ഒരു ആദ്യത്തെ നമ്മുടെ സഭായോഗം സന്തോഷത്തോടെ പര്യവസാനിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയോടുകൂടെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സ്, നമുക്കറിയാമല്ലോ, എൻ്റെ മനസ്സും പറഞ്ഞു നന്നായിരുന്നു. എന്തായാലും ഫൗളൊന്നും ഇല്ലാതെ സഭായോഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സെക്രട്ടറി, അന്ന് പാഴ്സനേജ് ഇല്ല, ആരുടെയെങ്കിലുമൊക്കെ വിശ്വാസികളുടെ വീടുകളിൽ കൊച്ചു പാസ്റ്റർ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്, കാരണം ഞാൻ പയ്യനാണ്. സെക്രട്ടറി എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഇത്രയും സീനിയറായ ഒരു സെൻട്രൽ പാസ്റ്റർ അവിടെ ഇരിക്കുമ്പോൾ ആശീർവാദം അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുള്ള ഞാൻ കാണിച്ച ഒരു അവിവേകം. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പക്ഷെ ഞാൻ പിന്നെ അദ്ദേഹത്തോട് സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അസാധാരണ ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നും അത് കയറിയിരുന്നില്ല. പക്ഷെ ഞാനത് അദ്ദേഹത്തിനോട് സോറി പറഞ്ഞതാണ്. അതാണ് എൻ്റെ 20-ാമത്തെ വയസ്സിലെ സഭാ ശുശ്രൂഷയുടെ ആദ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അന്ന് 100 രൂപയാണ് എനിക്ക് മാസം സഭ തരുന്നത്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ആ ചർച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ശേഷം അത് 150 ആക്കി. അതാണ് എൻ്റെ സഭാ ശുശ്രൂഷയുടെ ആരംഭ സമയം. വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. എൻ്റെ പ്രായക്കുറവായിരുന്നു. എനിക്കിപ്പോഴും അത് സംബന്ധിച്ചൊരു ആശങ്ക എനിക്കുണ്ടാവുമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ ദൈവം അന്ന് എന്നെ സഹായിച്ചു എന്ന് വേണം പറയാൻ. ഓക്കെ, ഈ 40 വർഷത്തെ ശുശ്രൂഷ പരിചയമുള്ള അങ്ങ് അന്ന് ആ 40 വർഷം മുമ്പ് ശുശ്രൂഷിക്കുന്നതും ഇന്നത്തെ തലമുറയെ ശുശ്രൂഷിക്കുന്നതും അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യസ്തത തോന്നിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തലിൽ ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ അന്നൊന്നും ഒരു പരന്ന വായനാശീലമില്ല. ബൈബിള് മാത്രം വായിക്കുക, അതിൽ നിന്നൊരു സന്ദേശം തരപ്പെടുത്തുക, അത് പങ്കുവെക്കുക. അത് ജനം എങ്ങനെ സ്വീകരിക്കുന്നു, ജനം എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതായിരുന്നില്ല അന്നത്തെ എൻ്റെ മനസ്സിലുള്ള ചിന്ത. എനിക്ക് സംതൃപ്തി ഉണ്ടാകണം ഒരു പ്രസംഗം കഴിയുമ്പോൾ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മാത്രം നിന്നു. അന്നൊന്നും വായനയേ ഇല്ല, വളരെ കുറവാണ് വായന.
അപ്പം ഞാൻ പറഞ്ഞ അപ്പം അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് ആ മെസ്സേജിന് ആ ശുശ്രൂഷയ്ക്കുള്ളൂ. പിന്നെ അന്നത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും മതി. നമ്മൾ അന്ന് പരിധിയിൽ കവിഞ്ഞ ശബ്ദമുയർത്തി നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൈയടിക്കണം, സന്തോഷിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കയറി കിടക്കുന്നത്. അതുകൊണ്ട് കാര്യമായ ഒരു പഠനമില്ലാതെ, വായനയില്ലാതെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് അന്ന് കുറച്ചേറെ കാലം. പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു, കാലം മാറി വരികയാണ്. വിശ്വാസികൾ ആയ പലരും വിദ്യാഭ്യാസം അവർക്ക് ഏറി വരികയാണ്. എൻ്റെ ഓഡിയൻസ് നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ വായിച്ചേ പറ്റൂ, പഠിച്ചേ പറ്റൂ എന്ന ചിന്തയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഈ കാലം ഇത്രയും മാറിയത് കൊണ്ട് ഇപ്പോൾ ഒരു ഞായറാഴ്ച എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ ശനിയാഴ്ച രാത്രി 1 മണി വരെ ഇന്നും ഇരുന്ന് വചനം പഠിക്കുന്നയാളാണ് ഞാൻ. ഇന്നും. കാരണം അന്നത് വേണ്ട. അതാണ് ഇന്നത്തെയും തമ്മിലുള്ള എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ രീതിയിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ന് അത് തന്നെയല്ല, 1 മണി വരെ ഇരുന്ന് മെസ്സേജ് തയ്യാറാക്കുമെന്ന് മാത്രമല്ല, കിടന്നു കഴിഞ്ഞാൽ തയ്യാറാക്കിയ ആ പ്രസംഗം ഞാൻ കിടന്നുകൊണ്ട് പ്രസംഗിക്കും. അത് ഇന്നും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ വണ്ടിയിലിരുന്ന് പ്രസംഗിച്ചുകൊണ്ടായിരിക്കും പോവുക. അത്രയ്ക്കും ഞാൻ ശുശ്രൂഷയെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ദൈവം സഹായിച്ചേ പറ്റൂ. കാരണം എനിക്ക് സെക്കുലർ വിദ്യാഭ്യാസം കുറവാണ്. ഞാൻ PDC കംപ്ലീറ്റ് ചെയ്ത ആളല്ല, ഡിഗ്രിക്ക് പോയി കംപ്ലീറ്റ് ചെയ്ത ആളല്ല. ബൈബിളിൽ മലയാളം മീഡിയം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ പരിമിതികൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ പഠിപ്പിച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവ് ഒരു അധ്യാപകനെ പോലെ നിന്ന് ഇന്നും അതാണ് സംഭവിക്കുന്നത്. ഒരു പുസ്തകങ്ങളും ഇന്ന് എൻ്റെ മുമ്പിൽ ഇല്ലെങ്കിലും ബൈബിൾ ഞാൻ തുറന്നു വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു അധ്യാപകനായി പരിശുദ്ധാത്മാവ് എന്നെ ഇന്നും പഠിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ചില വാക്യങ്ങളുടെ ഫ്രെയിം നമുക്ക് ഏതെങ്കിലും പുസ്തകങ്ങളിൽ നമുക്ക് കിട്ടും, ഒരു വാക്യത്തിൻ്റെ ഫ്രെയിം. പക്ഷെ അതിനകത്തുള്ള കാമ്പും കഴമ്പുമുള്ള ദൂതുകളും ആലോചനകളും അത് ദൈവം തരുന്നത്. അതാണ് അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള. അന്നൊക്കെ പഠനവും വായനയും ഒക്കെ കുറവായിരുന്നു. അന്നത്തെ ഓഡിയൻസും അതായിരുന്നു. പക്ഷെ ഇന്നതല്ല. അങ്ങനെ ആ വ്യത്യാസം. ഇന്ന് ഒരു വചനം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തിരിച്ച് അത് സത്യമോ എന്ന് ഗൂഗിൾ ചെയ്യുന്ന ഒരു തലമുറയാണ് പിന്നെ തീർച്ചയായിട്ടും. അന്നേരം അതിനനുസരിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അത് പഠിച്ചേ പറ്റത്തുള്ളൂ. പാസ്റ്ററെ, അനേക വർഷങ്ങൾ ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള അങ്ങ് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി കാണുന്നത് എന്തിനെയാണ് ഒരു ഇടയ ശുശ്രൂഷയിൽ? ശരിക്കും ഒരു സഭാ ശുശ്രൂഷകന്റെ, ഇടയ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണല്ലോ ആ ചോദ്യത്തിന്റെ അല്ലെ, ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനതിന് വേദപുസ്തക വെളിച്ചത്തിലൊരു ഉത്തരം തരാം. ഒരിടയൻ ആരായിരിക്കണം എന്നുള്ളത്. അഥവാ ഞാൻ ഇന്ന് വരെ പാലിച്ചു പോരുന്ന ഒരു രീതി ഇടയൻ എന്നുള്ള നിലയിൽ അത് തന്നെയാണ് ഇടയ ശുശ്രൂഷയിൽ 100% വിജയം ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ഇടയ ശുശ്രൂഷയിൽ ഇന്നും ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന ആ ഉത്തരത്തിനകത്തുണ്ട്. ഞാൻ വേദപുസ്തക വെളിച്ചത്തിൽ അതൊരു ഉത്തരമായിട്ട് അവതരിപ്പിക്കാം. യേശു പറയുന്ന ആടിൻ്റെയും ഇടയൻ്റെയും ഉപമയിലെ ഇടയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ ആ ഉപമയിലുണ്ട്. 100 ആടിൽ 1 കാണാതെ പോയി. കാണാതെ പോയതിനെ ഇടയൻ അന്വേഷിച്ചു പോയി എന്ന് യേശു പറയുന്നുണ്ട്. കണ്ടുകിട്ടിയപ്പോൾ അതിനെ ചുമലിലെടുത്തു വീട്ടിലെത്തും വരെ എന്ന് യേശു പറയുന്നുണ്ട്. മറ്റൊന്ന് സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഇടയൻ.
അപ്പോൾ യേശു പറഞ്ഞ ആ ഉപമയിലെ ഇത്രയും വാചകങ്ങളുടെയോ വാക്കുകളുടെയോ ഇടയിൽ കിടക്കുന്ന ഇടയൻ്റെ 4 ക്വാളിറ്റി, കർത്താവ് പറഞ്ഞ ഒരു ഉപമയിലെ ഇടയൻ്റെ ക്വാളിറ്റി ആണല്ലോ ഏറ്റവും നല്ലത്. അപ്പം അതും ആളുകൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ 100 ആടിൽ 1 പോയി എന്നുള്ളത് ഈ ഇടയൻ എങ്ങനെ അറിഞ്ഞത്? 100 ആടുണ്ട്, അതിൽ 1 പോയത് ഇടയൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, ഒന്നാമത്തേത് ആടുകളെ കുറിച്ചുള്ള ഒരു ശ്രദ്ധ. കൃത്യമായി ശ്രദ്ധയില്ലാത്ത ഒരു ഇടയനാണെങ്കിൽ ഒരാട് പോയാൽ അറിയത്തില്ല. എനിക്കിന്നും അത്ഭുതമാണ് യേശു പറഞ്ഞ ഉപമയിലെ ആ ഇടയൻ്റെ ശ്രദ്ധ. ഞാൻ ഒരു ഭാഷ പറഞ്ഞാൽ അനിതര സാധാരണമായ ശ്രദ്ധയെന്ന് വേണേൽ പറയാം. എനിക്കിന്നും ഊഹിക്കാൻ പറ്റുന്നില്ല. 100, കാരണം 10 എണ്ണത്തിൽ 1 പോയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ 100 എണ്ണത്തിൽ 1 പോകുമ്പോൾ, പക്ഷെ യേശു അവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. 100 ആടിൽ 1 പോയപ്പോൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചത് കൊണ്ടാണ് അറിഞ്ഞത് 1 പോയെന്ന്. 2, 100 ആടിൽ 1 പോയുള്ളൂ, ഇനിയിപ്പോ ഇതിനെ തിരക്കി ബാക്കി 99 ഉണ്ടല്ലോ എന്ന് വെക്കാതെ അന്വേഷിച്ചു പോയി. ഇടയന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയായി പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയതിന്, എവിടെയോ കാൽ വഴുതി വീണുപോയതിന്, കാണാതെ പോയതിന് അന്വേഷിക്കുന്ന ഇടയൻ, അന്വേഷണ മനോഭാവം. മൂന്നാമത്തേത് കണ്ടെത്തി. ഇടയൻ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ ഇടയൻ ആ ആടിനെ ശ്രദ്ധിച്ചു. നടത്തിക്കൊണ്ടു പോയാൽ ഈ ആട് വീട്ടിലെത്തുകയില്ല. കാരണം അബദ്ധത്തിൽ എങ്ങനെയോ ഏതോ ഗർത്തത്തിൽ വീണുപോയതാണ്. കരക്കെത്തിച്ചു ആടിൻ്റെ ശരീരഘടനയും പ്രകൃതവും ഇടയൻ ശ്രദ്ധിച്ചപ്പോൾ വല്ലാതെ ക്ഷീണമാണ്. കാലും കൈയും ഒക്കെ കുഴഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ പരിക്കുകളും ഉണ്ടാവാം. അതുകൊണ്ട് ഇടയൻ അമാന്തിച്ചില്ല. നടത്താൻ നോക്കിയപ്പോൾ, ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്, ഇടയനെ മനസ്സിലായി നടത്തിക്കൊണ്ടു പോയാൽ ഇത് വീട്ടിലെത്തുകയില്ല. അതുകൊണ്ട് 99 ആടിനോട് ഇടയൻ കാണിക്കാത്ത ഒരു പരിഗണന ഒറ്റപ്പെട്ടു പോയ ആ ഒരാടിനോട് ഇടയൻ കാണിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് തോളിൽ ചുമന്നു എന്ന് പറയുന്നത്. അത് ഭയങ്കര ചിന്തകളാണ്. 4-മത്തേത് ഇടയൻ്റെ ആ ഒരു ക്വാളിറ്റി, ഇടയൻ പിന്നീട് സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കാരണം കാണാതെ പോയി എന്ന് പറയുമ്പോൾ ആ ഇടയന് സന്തോഷിക്കാനേ പറ്റില്ല. ഒരു ഇടയന്റെ മനസ്സതായിരിക്കണം. ഒരാൾ, ഞാനതിനെ ലളിതമായി വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ, ഒരാൾ സഭായോഗത്തിൽ വന്നില്ലെങ്കിൽ ആ ഇടയൻ നല്ല ഇടയനാണെങ്കിൽ അസ്വസ്ഥനാകും. എൻ്റെ കാര്യം ഞാൻ പറയുക, എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇന്നും. നമ്മൾ സങ്കീർത്തനം വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മൊത്തത്തിലൊന്ന് നോക്കുമല്ലോ. പക്ഷെ ഒരാളെ കണ്ടില്ലെങ്കിൽ, സ്ഥിരമായി നമ്മൾ കാണുന്ന സീറ്റിൽ അയാളെ കണ്ടില്ലെങ്കിൽ ഇടയൻ അസ്വസ്ഥനാകും. അപ്പോൾ സന്തോഷം നഷ്ടപ്പെടും. പിന്നെ ആ ആടിൻ്റെ കറക്റ്റ് സ്ഥിതി അറിയുന്നിടം വരെ ആ ഇടയൻ ഉത്കണ്ഠയിൽ തന്നെ ആയിരിക്കും. ആ ഇടയൻ അസ്വസ്ഥനായിരിക്കും എന്ന് പറഞ്ഞാൽ സങ്കടത്തിലായിരിക്കും. അപ്പോൾ ഒരാടിൻ്റെ അഭാവത്തിൽ വേദനിക്കുന്ന ഒരു മനസ്സ്, സങ്കടം തോന്നുന്ന ഒരു പ്രകൃതം ഒരിടയനുണ്ടാകും. അപ്പം 4 ചിന്ത അതിനകത്ത്. ഇത് ഞാൻ ഇങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും, പക്ഷെ നമ്മളൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഇത് കൂടുതൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. 1, ശ്രദ്ധയുള്ള ഇടയൻ. 2, അന്വേഷിക്കുന്ന ഇടയൻ. 3, ചുമലിൽ എടുക്കുന്ന ഇടയൻ. 4, പിന്നീടാണ് സന്തോഷിച്ചത്. ശരിക്കും ഇടയന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ആ ഒറ്റപ്പെട്ടു പോയതും കൂടെ വീട്ടിലെത്തണം. അപ്പം ആ ഇടയൻ വാസ്തവത്തിൽ ആ 100 ആടുകളെ എത്ര മനോഹരമായി പരിപാലിക്കുന്നു. ഇതാണ് ഇടയ ശുശ്രൂഷ. ഇനി ആ ആട്, ആ ഒറ്റപ്പെട്ടു പോയ ആട് വാസ്തവത്തിൽ 99 ആടിനും കിട്ടാത്ത ഒരു മഹത്വമാണ് ആ ഒരാടിന് കിട്ടിയത്. 99 ആട് മുകളിലേക്ക് നോക്കണം,
കാരണം ഇടയന്റെ ചുമലിലല്ലേ മറ്റേ ആട്. അപ്പൊ ഒറ്റപ്പെടുമ്പോൾ ഓർത്തോണം, അവർ പിന്നെ ഇടയന്റെ ചുമലിലാണ്. മറ്റുള്ളവരൊക്കെ താഴെ കൂടെ നടന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോയ പരുക്കു പറ്റിയ ആട് ഇടയന്റെ ചുമലിലാണ്. അപ്പം തീരെ ബലഹീനരായവരെ ഇതുപോലെ താങ്ങി നടത്തിക്കൊണ്ടുപോയാൽ വീട്ടിലെത്തുകയില്ലെന്ന് തോന്നുന്നവരെ ചുമലിലെടുത്ത് അതുപോലെ ഹാർഡാണ് സഭാ ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ. പക്ഷെ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സഭാ ശുശ്രൂഷകൻ പെരുമാറിയാൽ, പ്രവർത്തിച്ചാൽ വൻ വിജയമായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാം. ഇങ്ങനെ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞതുപോലെ ഉള്ള ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ആടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും സന്തോഷവും അത് വലുതല്ലേ, അസാധാരണമാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു ജോക്ക് പറയാമേ, ഞാൻ പറഞ്ഞു വന്നതുകൊണ്ട് പറയാം. ഞാൻ പത്തനാപുരത്ത് പഠിപ്പിക്കുമ്പോൾ TG Women Institute തിയോളജി പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഇടയൻ്റെ ഈ കഥ ഈ വേറെ ഏതോ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു. ഈ 100 ആടിൽ 1 കാണാതെ പോയല്ലോ, എന്തുകൊണ്ടാണ് ഇടയൻ 99നെയും വിട്ടേച്ച് അതിൻ്റെ പുറകെ പോവില്ലേ? 99 ആട് പിന്നെ എന്താണ്, എവിടെ എത്തും, എന്താ, അത് ഇടയന്റെ വിഷയമല്ല. ഇപ്പോൾ ഈ 1ന്റെ പുറകെ പോയില്ലേ, എന്തുകൊണ്ടാണ് പോയത്? ഇവര് ചിന്തിക്കുന്നവരാണോ, ചിന്തിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ആ ചോദ്യം ചോദിച്ചു. അപ്പൊ ഇടുക്കി ജില്ലക്കാരനായ ഒരു സ്റ്റുഡന്റ് പെട്ടത്, സാറേ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി, ഞാൻ പറയാം. ഞാൻ ചോദിച്ചു, എന്താ പറ? ആ ആടിന് മാത്രമേ കറവയുള്ളായിരുന്നു. എങ്ങനെയുണ്ട്? സി, ഞാൻ പറഞ്ഞു, അതും വാസ്തവത്തിൽ ഇന്നത്തെ തലമുറയിൽ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം എന്തെങ്കിലും വല്ലതും കിട്ടപ്പോലുള്ളത് കൊണ്ടാണ് ഇടയൻ ആടിനെ തിരക്കി പോയതെന്നാണ്. കാരണം അദ്ദേഹം കാണുന്നതായിരിക്കാം. ഇന്നത്തെ ഇടയന്മാരിൽ പലരും വല്ലോ ഇങ്ങോട്ട് കിട്ടുന്നവരെ അവരെ ആയിരിക്കും കൂടുതൽ പരിഗണിക്കുന്നത്. അതാ ഒരുപക്ഷെ ആ പയ്യന്റെ, എനിക്ക് അവനന്നൊരു 20-21 വയസ്സേ ഉള്ളൂ ഈ ചോദ്യം ചോദിച്ചയാൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, അവൻ കണ്ടത് അതായിരിക്കും. ഇപ്പോഴത്തെ ഇടയപരിപാലനത്തിൽ ഇടയിൽ അവൻ കണ്ട എന്തോ ഒന്ന് അവൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവേ, ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു ഉത്തരം ഒരിക്കലും ചിന്തിച്ചില്ല. എനിവേ, നമ്മൾ ഈ ഇടയന്റെ ആടുകളുടെ ഒക്കെ കാര്യം പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, പാസ്റ്റർ എഴുതിയ ആ ഒരു ഗാനം ചൂടിൽ വാടാതെ, അത് എഴുതാനുള്ള ഒരു സാഹചര്യം ഒന്ന് പറയാമോ പാസ്റ്റർ? അത് നമുക്ക് ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ പറയാം. വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു പാട്ടാണത്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ, എല്ലാ നാളിലും യാഗനിക്കുണ്ട് എന്നുള്ള പാട്ട്. അത് എവിടെയായാലും അത് വിശദീകരിക്കാനായിരിക്കും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ കടന്നുപോയൊരു സാഹചര്യം അതുപോലെയാണ്. ഞാനൊരു സെൻറ്ററിൽ, ഞാൻ സെൻറ്ററൊന്നും പറയുന്നില്ല ഏതാന്ന്, ഒരു സെൻറ്ററിൽ സെൻറ്റർ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന കാലത്ത് സെൻട്രൽ ശുശ്രൂഷകൻ അന്ന് സ്ഥലത്തില്ല, വിദേശത്തൊരിടത്ത് സഭാചാർജിൽ പോയി. അപ്പം സെൻട്രൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അല്പ ഉത്തരവാദിത്വം കൂടുതലുണ്ടായിരുന്നു എനിക്ക്. സെൻട്രലിൻ്റെ വൈസ് പ്രസിഡന്റ് ചെവിക്ക് കേൾവി കുറവുള്ളയാളാണ്, എനിക്കാണെങ്കിൽ എല്ലാവരെക്കാട്ടും കേൾവി കൂടുതലുമാണ്. അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ എനിക്ക് കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ട്, സെൻട്രൽ പാസ്റ്റർ സ്ഥലത്തില്ല. സ്ഥലം മാറ്റത്തിന് ഒരു പാസ്റ്റർക്ക് സഭയില്ല. സഭയില്ലെന്നല്ല, അദ്ദേഹത്തെ ഒരു സഭകളും എടുക്കുന്നില്ല. ഞാൻ പലയിടത്തോട്ട് പറഞ്ഞു നോക്കി, പക്ഷെ ആ അദ്ദേഹത്തെ വേണ്ട. എനിക്കത് ഭയങ്കര വേദനയുണ്ടായി. ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എടുത്ത ഒരു സഭയുടെ, ചെറിയൊരു സഭയുടെ ചാർജ് എടുത്തത് ആ വർഷം, ആ സഭയുടെ മുഴുവൻ ഉത്തരവാദിത്വവും, റെക്കോർഡിൽ ഞാനാണ് സഭയുടെ പാസ്റ്റർ, മുഴുവൻ ഉത്തരവാദിത്വവും ആ ദൈവദാസനെ ഏൽപ്പിച്ച്, ആ ദൈവദാസന് വേണ്ടി വാടകയ്ക്കൊരു വീടെടുത്ത് കുടുംബമായിട്ട് അദ്ദേഹത്തെ അവിടെ പാർപ്പിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഈ നാട്ടിലുണ്ട് കേട്ടോ, ഈ രാജ്യത്തുണ്ട്. അപ്പോൾ സ്തോത്രകാഴ്ച ഞാൻ മേടിക്കത്തില്ല, ദശാംശം ഞാൻ മേടിക്കത്തില്ല. സ്തോത്രകാഴ്ചയും ദശാംശവും മേടിക്കാതെ ഒരു വർഷം സഭാ ശുശ്രൂഷ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനത്തോടെ അത് പറയാം. കാരണം എനിക്ക് ആ ദൈവദാസനെ കരുതണം. 3 കുഞ്ഞുങ്ങൾ
പൊടിക്കുഞ്ഞുങ്ങൾ. അദ്ദേഹം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുമാണ്. അപ്പം എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണം. അദ്ദേഹത്തെ അങ്ങനെ ചേർത്ത് പിടിച്ചു, കരുതി. പക്ഷേ ഒരു വർഷം ഞങ്ങള് വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. അവർ പിന്നെ വാടക മേടിക്കാഞ്ഞതുകൊണ്ട്, കാരണം അല്ലാതെ വേറൊരു വരുമാനം എനിക്കില്ല. കൺവെൻഷൻ സീസണിൽ കൺവെൻഷന് പോകുമ്പോൾ ദൈവം നമ്മളുടെ കയ്യിൽ ഒരു നന്മ തരും. ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ഞെരുങ്ങിയ കുറച്ച് കാലമാണ്. ഒരുപാട് വർഷം മുമ്പത്തെ ഒന്നും അല്ലത് കേട്ടോ. എൻ്റെ മകൻ +1 പഠിക്കുന്ന കാലത്തെ, എൻ്റെ മൂത്ത മകൻ +1 പഠിക്കുന്ന കാലത്തെ കഥയായി പറയും. അപ്പം നോർത്തു, ഈ അദ്ദേഹത്തെ നമ്മൾ കരുതി ചേർത്ത് പിടിച്ചു. സഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, പിന്നെ സ്തോത്രകാഴ്ച എന്ന പാസ്റ്റർ എടുക്കുക, ദശാംശം ഞാൻ പറഞ്ഞു സ്തോത്രകാഴ്ചയും എനിക്ക് വേണ്ട, ദശാംശവും എനിക്ക് വേണ്ട, ഞാൻ നോക്കട്ടെ അങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റുമെന്ന്. കാരണം കർത്താവാണ് വേലയ്ക്ക് വിളിച്ചതെങ്കിൽ സ്തോത്രകാഴ്ച ഇല്ലാതെ ജീവിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരു വർഷം കർത്താവിനെ ലിറ്ററലി ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വർഷം. ഒരു പോരായ്മയും വരുത്താതെ ദൈവം നടന്നു. പക്ഷെ അദ്ദേഹം സ്ഥലം മാറുമ്പോൾ, അദ്ദേഹത്തിന് സ്ഥലം മാറേണ്ടി വന്ന അവിടുന്ന്, സ്ഥലം മാറുമ്പോൾ യാത്രയപ്പ് യോഗത്തിൽ എന്നെ വല്ലാതെ കുത്തി മുറിവേൽപ്പിക്കുന്ന ചില വാക്കുകൾ പരസ്യമായി പറഞ്ഞ് ഞാനൊന്നും പ്രതികരിച്ചില്ല. ഒരു വാക്കുപോലും ഞാൻ പ്രതികരിച്ചില്ല. പക്ഷെ അന്ന് രാത്രി അങ്ങനെയാണ് യാത്രയപ്പ് കഴിഞ്ഞ് പോയത്. അപ്പം സഭ, ഞാൻ തൊട്ട് പുറകെ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് വേണ്ടി സഭ പിരിച്ച ആ നന്മ, ആ ഗിഫ്റ്റ് സെക്രട്ടറി മുമ്പോട്ട് വന്ന് കൊടുത്താട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ശരിക്കും പറയാൻ പൊട്ടിക്കരയാനുള്ള വിഷമമുണ്ട് എനിക്ക്. അദ്ദേഹം കൊടുത്തു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യാത്രയപ്പ് കഴിഞ്ഞു. ഞാൻ ആ സ്ഥലത്ത് വീണ്ടും 8 വർഷം കൂടെ ഞാൻ ആ സ്ഥലത്തിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ മാറിയേ പറ്റൂ. അതിൻ്റെ സാഹചര്യങ്ങൾ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വിശദീകരിക്കുന്നില്ല. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അസാധാരണമായി എന്നെ വേദനിപ്പിച്ചു. പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. വാസ്തവത്തിൽ എൻ്റെ കൂടെ ഞാൻ ചേർത്ത് പിടിച്ചല്ലോ, അപ്പൊ എന്നെ ചേർത്ത് പിടിക്കണ്ടേ? അങ്ങനെ ഉണ്ടായ വരികളാണ്, കൂട്ടം വിട്ടുപോവും ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട് എന്ന ആ വരി. മറ്റതിൻ്റെ സ്റ്റാൻസിനെല്ലാം ഓരോ സാഹചര്യമാണുള്ളത്. അത് പല സമയങ്ങളിലായിട്ട് എഴുതിയ പാട്ടുകളാണ്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട് എന്ന വരികൾ ഞാൻ എവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇൻ്റർവ്യൂ അദ്ദേഹം കേട്ടാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് കറക്റ്റ് കാര്യം മനസ്സിലാവും. കാരണം അദ്ദേഹത്തെ ദൈവം മാനിച്ചു. മാനിക്കട്ടെ, നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു വിശേഷപ്പെട്ട കാര്യത്തിന് എന്നെ വിളിച്ചാണ് അദ്ദേഹം പ്രസംഗിപ്പിച്ചത് കേട്ടോ. പിന്നീട് ഞാൻ പറഞ്ഞു, അങ്ങനെ അതാണ് ആ പാട്ടിലേക്ക് കയറാനുള്ള ഒരു കാരണം. അതാണ് എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും. അല്ലെങ്കിലും അതാണ് സത്യം. നമ്മളായിരിക്കുന്നത് പോലെ അറിയാൻ ദൈവം തമ്പുരാനല്ലാതെ ആർക്കും പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെൻ്റെ അനുഭവം കൂടെ. ഓക്കെ പാസ്റ്റർ, ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അധികമായിട്ട് സഭയ്ക്കുള്ളിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു സഭ. അതിനെക്കുറിച്ച് പാസ്റ്ററിന്റെ ഒരു നിലപാട് എന്താണ്? സഭയും സഭാരാഷ്ട്രീയവും എന്ന് പറയുന്ന വിഷയം അതീവ ഗൗരവത്തോടെ ഈ തലമുറയിൽ കാണേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ 100% സഭാരാഷ്ട്രീയത്തിനെതിരാണ്. ഞാൻ എതിരാണെന്നുള്ളതല്ല അതിൻ്റെ ഗൗരവം, ബൈബിൾ എതിരാണ്. ബൈബിൾ എതിരായതുകൊണ്ട് തന്നെയാണ് ഞാനും എതിരായി നിൽക്കുന്നത്. കാരണം എന്താണ് സഭാരാഷ്ട്രീയം കൊണ്ട് സഭയ്ക്കുണ്ടായ ദോഷമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വിശദീകരിക്കാന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരുടെ പേര് വന്നാൽ ഒരാൾ പിന്മാറണം. സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേരുടെ പേര് വന്നാൽ 2 പേര് പിന്മാറണം. ട്രഷറർ സ്ഥാനത്തേക്ക് 4 പേരുടെ പേര് വന്നാൽ
3 പേര് പിന്മാറണം. ക്രിസ്തീയ സ്നേഹത്തിൽ എന്നേക്കാൾ എൻ്റെ സഹോദരനെ ഞാൻ ശ്രേഷ്ഠനായി കാണുന്നു എങ്കിൽ, കാണണമെന്നാണല്ലോ ബൈബിൾ, കാണുന്നു എങ്കിൽ പിന്മാറണം. പക്ഷെ അത് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നില്ല. ഞാൻ പിന്മാറുന്നില്ല, മറ്റേ ആളും പിന്മാറുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഈ എലക്ഷൻ സിസ്റ്റം കടന്നുകൂടിയത്. അപ്പൊ അധികാരമോഹം തന്നെയാണ്, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം തന്നെയാണ്. ഞാൻ പഠിപ്പിക്കുമ്പോഴായാലും പ്രസംഗിക്കുമ്പോഴായാലും പറയുന്നൊരു കാര്യമാണ്, മോഹം പാപമാണെങ്കിൽ അധികാരമോഹവും പാപമാണ്. അതിന് ഏത് ദൈവദാസന്റെ ഉള്ളിൽ പദവിക്ക് വേണ്ടി മോഹം ഉണ്ടായാലും പാപമാണ്. മോഹം ഗർഭം ധരിച്ച് പ്രസിഡന്റിനെയും സെക്രട്ടറിയെ അല്ല പ്രസവിക്കുന്നത്, മോഹം ഗർഭം ധരിച്ച പാപത്തെ തന്നെ പ്രസവിക്കും. അപ്പൊ ഈ സഭാരാഷ്ട്രീയം സഭയ്ക്കുണ്ടാക്കിയ ഇടിവെന്താന്ന് ചോദിച്ചാൽ, ജനം വിഭജിക്കപ്പെടുന്നു. കാരണം 2 പ്രസിഡന്റുമാർ, 2 പേർ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ 2 ചേരിയാവും അവിടെ. അതിനെവിടെ വാക്യം? ദൈവസഭയെ ഇങ്ങനെ വിഭജിക്കാൻ ആരാ ഈ നേതൃത്വത്തിന് അനുവാദം കൊടുത്തത്? യേശു പറഞ്ഞത് എന്താണ്? പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടത്. യേശുവിന്റെ പഠിപ്പിക്കൽ അതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. പിതാവേ, ഇവരും ശിഷ്യന്മാരും നമ്മിൽ ഒന്നാവണം. പക്ഷെ ഈ എലക്ഷൻ സിസ്റ്റം ജനത്തെ ചേരികളായി തരംതിരിച്ചു. പല ചേരിയിലായി ആളുകൾ. ഞങ്ങൾ ഇന്നാരുടെ കൂടെയാണ്, ഞങ്ങൾ ഇന്നാരുടെ കൂടെയാണ്, പാനലുണ്ടായി. ഇതൊന്നും ബിബ്ലിക്കലല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടെ 17 സ്ഥലത്ത് ചീട്ടിട്ടെടുത്തു എന്ന് വാക്യമുണ്ട്. ഇപ്പൊ യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് മത്തിയാസിനെ എടുത്തതും ചീട്ടിട്ടാണ്. അപ്പം ബിബ്ലിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ലോട്ടിംഗ് സിസ്റ്റമാണ്, ചീട്ടിടിയിലാണ്. വോട്ടിംഗ് സിസ്റ്റം ബിബ്ലിക്കലല്ല. അപ്പൊ ചീട്ടിട്ടെടുത്തു എന്ന് പറയുന്ന ബൈബിളാണ് നമ്മുടെ പ്രമാണമെങ്കിൽ, ആ പ്രമാണമാണ് സഭയുടെ പ്രമാണം. അപ്പൊ സഭയ്ക്കൊരു നേതൃത്വം വേണമെങ്കിൽ, ഇപ്പം 10 പേര് വന്നെന്ന് വിചാരിച്ചു ഒരു പ്രസിഡന്റ് പോസ്റ്റിലേക്ക്, 10 പേരുടെ പേരെഴുതണം, ചീട്ടിടണം, അതിലൊന്ന് തെരഞ്ഞെടുക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കത്തില്ല. പക്ഷേ ഒരു ലീഡർഷിപ്പിലേക്ക്, അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നാൽ ഇത് നിലവിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു തീരുമാനക്കാരനാണ്. എന്തുകൊണ്ട് ഒരിക്കലെങ്കിലും ബൈബിൾ ഒന്ന് പരീക്ഷിച്ചുകൂടാ? പക്ഷെ നമ്മുടെ ഇടയിൽ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സഭ, ആളുകൾ, അഭിഷക്തന്മാർ എല്ലാം ചേരികളായി, ഗ്രൂപ്പുകളായി, എവിടെയും. എന്നിട്ട് ഇവരൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് ദൈവം ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ്. ഇതും കൂടെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റത്തില്ല ആളുകൾക്ക്. അതുകൊണ്ട് സഭാ രാഷ്ട്രീയം പാപമാണെന്ന് പഠിപ്പിക്കുന്നയാളാണ് ഞാൻ. ഈ വക കാരണങ്ങളാൽ ഐക്യത നഷ്ടപ്പെടുകയല്ലേ, ജനത്തെ വിഭജിക്കുകയല്ലേ നമ്മൾ. അതിന് ആരാ അധികാരം കൊടുത്തവർക്ക്? അപ്പൊ ഞാൻ ഈ വിഷയം ഒരു എഴുത്തുകാരനുമായി സംസാരിച്ചു. നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് സ്വന്തം പത്രമുണ്ട്. സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സൊസൈറ്റി ആക്ട് അനുസരിച്ച് നമുക്ക് ഈ ഇലക്ഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ന്യായം വിധിക്കുമ്പോൾ സൊസൈറ്റി ആക്ട് വെച്ചല്ല നമ്മളെ ന്യായം വിധിക്കുന്നത്, ബൈബിള് വെച്ചാ. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. നമ്മുടെ സംഘടന ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടെന്താ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ മറക്കണമെന്ന് പാടില്ല. അതുകൊണ്ട് സഭാരാഷ്ട്രീയം വളരാതിരിക്കട്ടെ, സഭാരാഷ്ട്രീയം നിൽക്കട്ടെ. സഭയിൽ ബൈബിളിന്, വേദപുസ്തകത്തിന് അമിതമായ പ്രാധാന്യം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. ഞാനൊരു 10-28 വർഷത്തിലധികമായി, ബുദ്ധി വളരുന്നതനുസരിച്ചാണല്ലോ നമുക്ക് വിവരം ഉണ്ടാകുന്നത്, ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല. സഭയുടെ വോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു പാനലിലും ഞാനില്ല. അതിന്റെ ബുദ്ധിമുട്ടുകൾ പലതുണ്ട് നമുക്ക്. ആ ബുദ്ധിമുട്ട് ആസ്വദിക്കുന്നയാളാണ് ഞാൻ. ആ അകലവും ആളുകളുടെ വെറുപ്പും അകറ്റി നിർത്തലും ആസ്വദിക്കുന്നയാളാണ് ഞാൻ. കാരണം ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു, നിലപാടുള്ളവരായിരുന്നു
യഹൂദബാലന്മാരൊക്കെ. ഉം. ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിൽ വിടുവിച്ചില്ലെന്നും അതാണ് നിലപാട്. അങ്ങനെ നിൽക്കാൻ 3 പേരെ ഉള്ളായിരുന്നു, യഹൂദബാലന്മാർ. കറക്റ്റ്. ആ, അങ്ങനെ നിൽക്കണം. അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് പറയാനുള്ളത്. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭൗതിക നന്മയാണെന്ന് അങ്ങനെ പഠിപ്പിക്കുകയും അതിൻ്റെ തെളിവ് ഭൗതിക നന്മയാണെന്ന് പഠിപ്പിക്കുകയും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായം എന്താണ്? ഇതുവരെ ചോദിച്ച ഒട്ടുമിക്ക ചോദ്യങ്ങളെ അപേക്ഷിച്ച് കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യം, വളരെ സമയമെടുത്ത് വിശദീകരിച്ച് വ്യക്തമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യവുമാണ്. കാരണം കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് കടക്കും മുൻപ് ഇന്നത്തെ ചോദ്യകർത്താവിനെ ഈ ഇൻ്റർവ്യൂവിനിടയിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. വേദപുസ്തക വെളിച്ചത്തിൽ ഞാനതിന് ഉത്തരം പറയാം, പക്ഷെ ഒരുപാട് വിശദീകരിക്കില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും, എൻ്റെ പഠനം ഞാൻ ഈ പറയുന്നത്, ഞാൻ ഇതിന് ഉത്തരം കണ്ടെത്തിയ എൻ്റെ പഠന രീതിയെ ഞാൻ ഈ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചത് ആദമും ഹവ്വയുമാണ്. വേൾഡിലെ ഏറ്റവും വില കൂടിയ വസ്ത്രം. ദൈവം അവരെ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചെന്നാണ് ബൈബിളിൽ എഴുതി. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു. ഹവ്വ ഉണ്ടാക്കിയത് അരയാടയാണ്, അരയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പറഞ്ഞാൽ നമ്മുടെ ബെർമുഡ ടൈപ്പ്. പക്ഷെ ദൈവം ഉണ്ടാക്കിയത് ഉടുപ്പാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഡിസൈൻ ചെയ്ത ആ വസ്ത്രം ശ്രദ്ധിക്കണം. ഹവ്വയാണ് ആദ്യത്തെ തയ്യക്കാരി, ലോകത്തിലെ ആദ്യത്തെ തയ്യക്കാരി. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വസ്ത്രത്തിന്റെ പേര് അരയാട എന്നാണ്. എന്നാൽ ദൈവം ഉണ്ടാക്കിയതിന്റെ പേര് ഉടുപ്പെന്നാണ്. ഉടുപ്പെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറഞ്ഞു കിടക്കുന്ന വസ്ത്രമെന്നാണ്. ശരിക്കും ഉടുപ്പെന്ന് പറയുന്ന ആ ഡ്രസ് പാറ്റേൺ ആണ് യഹൂദന്മാരും അറബികളുമൊക്കെ ഇന്നും പിന്തുടരുന്നത്. കാരണം അവരെല്ലാം ഉടുപ്പായിടുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചത് ആദാമും ഹവ്വയാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഒരു ലെതർ ഷൂ, ഒറിജിനൽ ലെതർ ഷൂ, സോളും ലെതർ ആണെങ്കിൽ ഒരു ലെതർ ഷൂ വേണമെങ്കിൽ കുറഞ്ഞത് 7,500 രൂപ 8,000 രൂപ വേണം എന്നുള്ള അഭിപ്രായം. ഞാൻ കേരളത്തിലെ വിലയായി പറയും. പക്ഷേ UK പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇതിൽ മീതെ വരും. ഒരു ഒറിജിനൽ ലെതർ ഷൂവിൻ്റെ കാര്യം. അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ, ഒരു ഷൂ ഉണ്ടാക്കാൻ എത്ര ലെതർ വേണം? വളരെ കുറച്ച് ലെതർ മതി. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ലെതർ ഉടുപ്പ്, അന്നത്തെ കാലത്ത് ലെതർ ഉടുപ്പ് ധരിച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങൾ വരുമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ലക്ഷങ്ങൾ എന്നുള്ളത് വിട്ടേക്കും, എന്തായാലും നമ്മൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരിക്കും ആണ് എൻ്റെ ചോദ്യം. ഇത്രയും മെച്ചമായ മേൽത്തരമായ ഒരു ഭൗതിക കാര്യം ദൈവം ആദമിനും ഹവ്വയ്ക്കും വേണ്ടി ചെയ്തത് പാപം ചെയ്ത ശേഷമാണ്. എന്ന് പറഞ്ഞാൽ അവരിൽ പാപമുണ്ട്, ഇവരിൽ രണ്ടുപേരിലും പാപമുണ്ട്. അപ്പം ആദമിലും ഹവ്വയിലും പാപം ഇരിക്കുമ്പോഴാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം അവരെ അനുഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞത്, ഞാനിത് എനിക്കൊരു 1.5 മണിക്കൂർ സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ആദ്യ മനുഷ്യനിൽ നിന്ന് നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ ഭൗതികമായി ആദ്യ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവരിൽ രണ്ടുപേരിലും പാപമുണ്ട്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ഒരാൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നതിന് അയാളിൽ ദൈവം പ്രസാദിക്കണമെന്നില്ല. അത് ഭയങ്കരമായ ഒരു പഠനമാണ്. ദൈവം പ്രസാദിച്ചിട്ടല്ല എന്നെയോ നിങ്ങളെയോ ഭൗതികമായി അനുഗ്രഹിക്കുന്നു.
ബൈബിളിൻ്റെ പഠന സംവേദന രീതി അതാണ്. ധാരാളം തെളിവുകൾ ഇങ്ങോട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, യാക്കോബ് സത്യസന്ധനായത് എപ്പോഴാണ്? യാക്കോബ് സത്യസന്ധനായത് 20 വർഷം അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് യാബോക്ക് കടവിൻ്റെ കരയിൽ വെച്ചാണ്. യാബോക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു വടിയോടുകൂടെ പോയി, ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ നമ്മുടെ ഒരാളുമായിട്ട് യാക്കോബിനെ ഒന്ന് കമ്പയർ ചെയ്ത് വെച്ച് നോക്കി. യാക്കോബ് സാക്ഷ്യത്തിന് എഴുതി നിൽക്കുന്നു. 20 വർഷത്തിന് ശേഷമുള്ള സാക്ഷ്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു വടിയോടുകൂടെ മാത്രം ജീവിച്ച ഒരാളാണ്. പക്ഷെ ഇന്ന് ഭാര്യമാര് തന്നെ ഒന്നിലധികം, ആടുമാടുകൾ, മൃഗസമ്പത്ത്. യാക്കോബ് പറയുന്നു വലിയ കൂട്ടമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, മക്കളെ തന്നു, കുടുംബം തന്നു. നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഭൗതികം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 9 കൃപാവരങ്ങളിൽ 5 എനിക്ക് ദൈവം തന്നു, അല്ലെങ്കിൽ 4 എൻ്റെ മക്കൾക്ക് കൊടുത്തു, ഇതൊന്നും അല്ലല്ലോ. ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ എൻ്റെ ചോദ്യം, യാക്കോബ് സത്യസന്ധനാകുന്നതിന് മുൻപാണ് യാക്കോബ് ഈ ഭൗതികമായി ഉയർന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, സത്യസന്ധത ഇല്ലാത്ത കാലത്താണ് യാക്കോബ് പണക്കാരനായത്. ക്യാൻ യു ഇമാജിൻ? നമുക്ക് എങ്ങനെ ഇതിന് ഉത്തരം പറയാൻ പറ്റും വേദപുസ്തക വെളിച്ചത്തിൽ? അപ്പൊ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ആള് സത്യസന്ധനല്ല. അപ്പോഴും സത്യസന്ധനായത് എപ്പോഴാ? യാബോക്ക് കടവിൽ വെച്ച് ദൈവം ചോദിച്ചു, പേരെന്താ? ഒടുവിൽ യാക്കോബ് പറയുകയാണ്, എൻ്റെ പേര് യാക്കോബാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപായിയാണ്. അപ്പനെ കളിപ്പിച്ചവനാണ്, ജ്യേഷ്ഠനെ കളിപ്പിച്ചവനാണ്. അപ്പൊ ആരെയാ ദൈവം അനുഗ്രഹിച്ചത്? അപ്പനെ കളിപ്പിച്ച ജ്യേഷ്ഠനെ കളിപ്പിച്ച. അത് വിശദീകരിക്കണ്ടല്ലോ. ജ്യേഷ്ഠന്റെ ഉടുപ്പിട്ടല്ലേ അപ്പനെ കളിപ്പിച്ചത്. അപ്പം കണ്ണുമങ്ങിയ ഇസഹാക്കിനെ കളിപ്പിച്ച, ജ്യേഷ്ഠനെ കളിപ്പിച്ച, അമ്മായിയപ്പനെ കളിപ്പിച്ച, അമ്മായിയപ്പനെ കളിപ്പിച്ച യാക്കോബാണ് അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. യാക്കോബ് സത്യസന്ധനല്ല ആ സമയത്ത്. ഇത് തന്നെ വേദപുസ്തക വെളിച്ചത്തിൽ ഏറ്റവും നല്ല ഉത്തരമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം ഒരാളിൽ പ്രസാദിച്ചിട്ടല്ല അയാളെ ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹവും ദൈവപ്രസാദവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇനി പുതിയ നിയമത്തിൽ നമുക്ക് ഇത് വളരെ വലിയ ഒരു വിഷയമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ പടകിന്റെ വലത്തുഭാഗത്ത് വല വീശി പടക് 2 മുങ്ങാറാകോളം കിട്ടി. അയൽപക്കത്തുള്ള പടകുകളെയും കൂടെ വിളിച്ചാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു, ഇല്ലേ? ഭൗതികമായി. ഈ വലിയ അനുഗ്രഹം യാക്കോബ് കണ്ടിട്ട്, അവിടെ എഴുതിയിരിക്കുന്നത്, ഇത് കണ്ടിട്ട് യാക്കോബ് കർത്താവിനോട് പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണം. എൻ്റെ ചോദ്യം, ആരുടെ പടകാണ് യേശു നിറച്ചത്? പാപിയുടെ പടകാണ് യേശു നിറച്ചത്. ഭൗതികമായ ഒരു നിറവിലേക്കൊരു വ്യക്തി വരുന്നതിന് ആ ആളിൽ ദൈവം പ്രസാദിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ തിയോളജിയന്മാരോ ഇന്നത്തെ സഭകളോ ഇന്നത്തെ പ്രസംഗകര് പോലും ഈ നിലയിൽ ഈ വിഷയത്തെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ വീക്ഷണം അത് തന്നെയാണ്. ടി.ഡി. ബാബു എന്ന് പറയുന്ന ഒരാൾ പണ്ട് സൈക്കിള് പോലും ഇല്ലായിരുന്നു. ഇന്ന് എനിക്ക് നല്ലൊരു കാറുണ്ട് യാത്ര ചെയ്യാൻ. അപ്പോൾ ഒരു സൈക്കിള് പോലും ഇല്ലാതിരുന്ന കാലത്ത് ദൈവം എന്നെ മാനിച്ചു. ഒരു വീടില്ലാതിരുന്ന കാലത്ത് വീട് തന്നു, കാറ് തന്നു, ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാനതിൽ ദൈവം അനുഗ്രഹിച്ചെന്ന് ഞാൻ ഇതില്ല, ദൈവം അനുഗ്രഹിക്കും. പക്ഷേ എന്നിൽ പ്രസാദിച്ചിട്ടല്ല ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണക്ക് കൂട്ടണം. നമ്മുടെ ആളുകൾ തിരിച്ചറിയണം,
അനുഗ്രഹമല്ല വലുത്, പ്രസാദമാണ്. കാരണം ദൈവം അനുഗ്രഹിച്ചു എന്ന് അവകാശപ്പെടുന്നവർക്കുള്ളതല്ല സ്വർഗം. ദൈവം പ്രസാദിച്ചു എന്ന അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്നവർക്കുള്ളതാണ് നിത്യത. ഞാൻ വിശ്വസിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവർ പലരും പോവുകയില്ല. പക്ഷേ എത്ര ദൈവം അനുഗ്രഹിച്ചാലും ദൈവപ്രസാദത്തിന് പുറത്തേക്ക് പോകാതെ ജീവിതത്തെ വേദപുസ്തക വെളിച്ചത്തിൽ ചിട്ടപ്പെടുത്തി കഴിയുന്നവർ കാഹളം ധ്വനിക്കുമ്പോൾ പോകും. അനുഗ്രഹത്തെ നമ്മൾ അങ്ങനെ കാണണം. കാരണം ഇത് പുഴുവും തുരുമ്പും കെടുക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം, ഏത് രാജ്യത്ത് പോയാലും ഞാനൊരു പേന മേടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരും. ഇപ്രാവശ്യം എനിക്ക് കിട്ടി നല്ലൊരു പേന, ഹാഗൻസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹാഗൻസ് എന്ന് പറഞ്ഞ പേന. അതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ആ പേന പോലും നമുക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല. ഒരു പേന പോലും ഇവിടുന്ന് തമ്പുരാന് വേണ്ടാത്ത സാധനമാണ് ഇത്. അപ്പൊ സ്വർഗം എടുക്കാത്തൊരു സാധനം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മൾ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിന് കാവലിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു എളിയ ഉപദേശി എന്നുള്ള നിലയിൽ ഭയാശങ്കകളോടെ ഞാൻ പറയാം, വേദനയോടെ ഞാൻ പറയുകയാണ്, ഈ കാഴ്ചപ്പാട് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുള്ള ഈ മതിമറന്നുള്ള ജീവിതം നിർത്തിയിട്ട് ദൈവപ്രസാദത്തിലേക്ക് തിരിയണം. അപ്പോൾ ഭൗതിക അനുഗ്രഹം ദൈവം പ്രസാദിച്ചതിൻ്റെ തെളിവല്ല എന്നുള്ളതിന് തിരുവെഴുതി ധാരാളം തെളിവുണ്ട് കേട്ടോ. ഇനി ചോദിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ സമയം ഒരുപാട് മുമ്പോട്ട് പോകണം. ഒരുപാട് തെളിവുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മേഖല ഏറെക്കുറെ മനസ്സിലായല്ലോ, ഏറെക്കുറെ പിടികിട്ടി. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ട്? ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ അപ്പോസ്തലന്മാർ ഒരു 12 പേരെ കുറിച്ചും പറയുന്നത് ഒരിക്കലും അവരൊരു സാമ്പത്തിക നന്മയോ മേന്മയോ അനുഭവിച്ചിട്ട് മരിച്ചവരല്ല. അവരെല്ലാം കഷ്ടതയിലൂടെ വളരെ മോഡസ്റ്റ് ആയിട്ട് ജീവിച്ച് ഏറ്റവും അവസാനം അവരെയൊക്കെ മാർട്ടീഴ്സ് ആയിട്ട് അവർ മാറുകയായിരുന്നു. ഒരിക്കലും അവരൊന്നും മെച്ചമായ ഒരു ജീവിത സാഹചര്യം അനുഭവിച്ചിട്ടല്ല മരിച്ചത്. അല്ല. അന്നേരം അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നത്, ഇപ്പം നമ്മളെ ദൈവം അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചു, അത് എന്നുവെച്ചാൽ അനുഗ്രഹിച്ചെന്ന് വെച്ചാൽ ഭൗതിക നന്മകൾ തന്നെങ്കിൽ ഓക്കെ, സ്തോത്രത്തോടെ കൈകഴുകുക. നമ്മൾ അങ്ങനെ അതിൽ നമ്മൾ കണ്ണുവെക്കരുത്. അതെ, കണ്ണുവെക്കരുത്. അവിടെ ആയിരിക്കരുത് നമ്മുടെ ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ ദൈവം പ്രസാദിക്കുന്ന ഒരു സംശുദ്ധമായ ജീവിത ശൈലിയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത്. ഓക്കെ, ഇനി ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ പറയാം. അതായത് ഇപ്പം ഒരു എൻഡ് ഓഫ് ദി വേൾഡിലേക്ക് നമ്മൾ വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ ഒത്തിരി വർഷമായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് കർത്താവിൻ്റെ വരവ് അടുത്തു. ഈ ഒരു സാഹചര്യത്തിൽ പാസ്റ്റർക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കർത്താവിൻ്റെ വരവിനെ കുറിച്ച്, വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ച് എന്താണ് ചുരുക്കത്തിലൊന്ന് പറയാൻ? വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഞാനും കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നു. എന്തിനേറെ 2026 വർഷം മുൻപ് പ്രസംഗിച്ചു തുടങ്ങിയ ഒരു സബ്ജക്റ്റായത്. കർത്താവ് പോലും പറഞ്ഞത്, ഇതാ ഞാൻ വേഗം വരും, ഞാൻ കള്ളനെ പോലെ വരും. പക്ഷെ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ വരവിൻ്റെ കാലദൈർഘ്യമാവാം സഭയെ ഒരു ആലസ്യത്തിലേക്ക് കൊണ്ടുപോയത്. അന്നത്തെ ആരംഭകാലങ്ങളിൽ കർത്താവ് പെട്ടെന്ന് വരും എന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ എല്ലാം വിറ്റിരുന്നു. കവുങ്ങ് വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ്. കവുങ്ങ് വളർത്താൻ പാടില്ല, റേഡിയോ ഉപയോഗിക്കാൻ പാടില്ല, TV വന്നപ്പോൾ അത് വിട്ടിപ്പെട്ടിയാണെന്ന് പറഞ്ഞവരുണ്ട് നമ്മുടെ ഇടയിൽ. അതെല്ലാം പാപമാണെന്ന് വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി അങ്ങ് കാത്തിരുന്ന് ദൈർഘ്യം കൂടിയപ്പോൾ, സമയദൈർഘ്യം, കർത്താവിൻ്റെ വരവ് നീണ്ടു പോയപ്പോൾ കന്യകമാർക്ക് സംഭവിച്ചതുപോലെ ഉറങ്ങിപ്പോയി. അതാണ് ഇന്നത്തെ ദൈവസഭയുടെ ചിത്രം. എനിക്കിപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനും ബിബ്ലിക്കൽ ഒരു ആൻസർ പറഞ്ഞ് നമുക്കത് നിർത്താം. സർദീസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭയുടെ 4 ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ്.
ഒന്ന്, ആ സഭയിൽ മരിച്ചവരുണ്ട്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവൻ. ആത്മാവിലെ മൃതാവസ്ഥയാണ് അത് കേട്ടോ. 2, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പൊ ചിലര് മരിച്ചു ഓൾറെഡി. അത് സഭയിൽ വന്നുള്ള ഇരിപ്പും പ്രകടനവും പ്രകൃതവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആള് ഡെഡാണ്. ഇനി ചാവാറായ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ചിലര് വലിയ താമസമില്ലാതെ മരിക്കും. നമ്മൾ പറയത്തില്ലേ അവസാന സമയമാണെന്ന് പറയത്തില്ലേ, അതാണ് 2ാമത്തെ സ്റ്റേജ്, സഭയുടെ സ്റ്റേജ്, ചാവാറായ ശേഷിപ്പ്. 3ാമത് സഭയോട് പറയുന്നുണ്ട് ഉണർന്നുകൊള്ളുക. അപ്പോൾ ഉറങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അവർ ചാവാറായവരുടെ ലിസ്റ്റിലല്ല, മരിച്ചവരുടെ ലിസ്റ്റിലല്ല, ഉറങ്ങുന്നവരാണ്. വാസ്തവത്തിൽ ഒരു സഭയെ ഇങ്ങനെ അവതരിപ്പിച്ചു വരുമ്പോൾ യോ ഇങ്ങനൊരു സഭയോ, ഞാൻ ഈ വർത്തമാനകാലത്തെ സഭയെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. എനിക്ക് ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്ന തലമുറയിൽ പറയാനുള്ള ദൂതും അത് തന്നെയാണ്. പക്ഷെ എന്നിട്ട് പറയാണ് എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ എനിക്കുണ്ട്. ബ്ലെസി സിസ്റ്ററെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ചത്തവര്, ചാവാറായവര്, ഉറങ്ങുന്നവര് ഔട്ടാണ്. ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേരില്ലേ, അവർ. അതുകൊണ്ട് പറയാനുള്ള മെസ്സേജിന്റെ രത്ന ചുരുക്കം ഈ ബിബ്ലിക്കൽ ആ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഉടുപ്പ് മലിനമാകാതെ ജീവിതം സൂക്ഷിച്ച് മുമ്പോട്ട് പോയാൽ കാഹളം ധ്വനിക്കുമ്പോൾ പോകാം. വളരെ നന്ദി പാസ്റ്റർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഷാലോം ധ്വനിയുടെ ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് വളരെ നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും വളരെ 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 സന്തോഷം. കാരണം ഒരു സാധാരണ മലയാളി ഉപദേശി എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ആശങ്കകളും എനിക്ക് പൊതുസമൂഹത്തോട് പങ്കുവെക്കാനുള്ള വേദപുസ്തകത്തിലെ കാലിക പ്രസക്തമായ കാര്യങ്ങളും പരിമിതമായ സമയം കൊണ്ടായാലും ഈ ഇൻ്റർവ്യൂവിലൂടെ പങ്കുവെക്കാൻ, പറയാൻ അവസരം ലഭിച്ചതിൽ സന്തോഷം. അവസരം ഒരുക്കിയ ഷാലോം ധ്വനി എന്ന് പറയുന്ന ഈ ടീമിനോടും സംഘാടകരോടും എല്ലാമുള്ള ഹൃദയംഗമായ നന്ദി ഞാനും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.